ആശാ വർക്കർമാർക്ക് ആശ്വാസം. ആശമാരുടെ പ്രതിമാസ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ നിയോഗിച്ച പഠന സമിതിയുടെ ശുപാർശ. പഠനസമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഓണറേറിയം 3000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി 1 ലക്ഷം രൂപയിലേറെ നൽകണമെന്നുമാണ് ശുപാർശ. ഓണസമാനമായി ആനുകൂല്യ വർധന പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അതേസമയം സമരത്തിന്റെ 200ാം ദിവസമായ ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ പൂക്കളമൊരുക്കി പ്രതിഷേധിക്കുകയാണ് ആശമാർ. ആഷിൻ ഡിയേഗോ ആണ് ആശാ പ്രവർത്തകരുടെ സമരപന്തലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ആഷിൻ ഡിയേഗോ. ഒരു സന്തോഷ വാർത്തയുമായി ആ സമരപന്തലിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നത് 200ാമത്തെ ദിവസമാണല്ലേ? സുജ, തീർച്ചയായും ആശമാരുടെ ആശ ഏറുകയാണ്. കാരണം ഈ ആശാ പ്രവർത്തകരുടെ സമരത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റി ഇപ്പോൾ എന്തായാലും ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നൊരു റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു കാര്യം. സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ആശമാരുടെ സമരം 200ാം ദിവസം എത്തി നിൽക്കുമ്പോഴാണ് ഒരു പ്രതീക്ഷയേറുന്ന ഈ ഒരു സൂചന അല്ലെങ്കിൽ ഒരു സൂചക നമ്മുടെ ആശാ പ്രവർത്തകർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. 7000 രൂപയാണ് നിലവിൽ കിട്ടുന്ന അത് വർദ്ധിപ്പിച്ച് 10000 രൂപ വരെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ശുപാർശയാണ് നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ആശാമാരുടെ വിരമിക്കൽ ആനുകൂല്യമായി 1 ലക്ഷത്തിൽ അധികം രൂപ നൽകണം എന്നൊരു ശുപാർശ കൂടി ഈ പഠന സമിതി റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പഠന സമിതി റിപ്പോർട്ട് വന്നിരിക്കുകയാണല്ലോ. ഈ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ തന്നെയാണ് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. പ്രതീക്ഷയുണ്ടോ? സമിതി റിപ്പോർട്ട് കൈമാറിയെന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കും അറിയുള്ളൂ. അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രതിമാസം 21000 രൂപ വേതനം ഒരു ദിവസം 233 രൂപയിൽ നിന്ന് അത് 700 രൂപയെ വർദ്ധിപ്പിക്കണം എന്ന ഞങ്ങളുടെ ഡിമാൻഡ് വളരെ ന്യായമായിരുന്നു എന്നുള്ളൊരു തെളിവാണ് സത്യത്തിൽ ഈ സമിതിയുടെ കണ്ടെത്തലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ അർത്ഥത്തിൽ അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഉള്ളടക്കം വരേണ്ടതുണ്ട്. എത്ര രൂപയുടെ വർധനവാണ്? കാരണം 200 ദിവസമായി കേരളത്തിലെ സ്ത്രീകൾ തെരുവിലാണ്. ആ തെരുവിലിരിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് ന്യായമായൊരു വർധനവ്, നീതിപൂർവമായ ഒരു വർധനവ്, കേരളം പോലൊരു വലിയൊരു ചെലവേറിയ ഒരു സംസ്ഥാനത്ത് ജീവിക്കുവാൻ പറ്റുന്ന അതിന് ഉതകുന്ന തരത്തിലുള്ളൊരു വർധനവ് തീർച്ചയായും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിലവിലിപ്പോൾ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടാണുള്ളത്. ഈ റിപ്പോർട്ട് പഠിച്ച ശേഷമായിരിക്കും സർക്കാരിൻ്റെ തീരുമാനം. ഓണം സമ്മാനമായി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വർധനവിൽ സന്തുഷ്ടരാണോ? അല്ല, ആ വർധനവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ തെളിവ് കിട്ടേണ്ടതുണ്ട്. മാത്രമല്ല സമിതിയുടെ ശുപാർശയാണ്, അത് ഗവൺമെൻറ് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ മാത്രമേ അത് തീരുമാനമാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി തുടരും. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് ഒരു ഉചിതമായ തീരുമാനം. അതാണ് ആശാപ്രവർത്തകർ പറയുന്നത്. അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം എന്തായാലും സമിതിയുടെ ശുപാർശയിലുണ്ട് എന്നത് ഈ ഓണക്കാലത്ത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ.